ലോകവ്യാപകമായുള്ള കത്തോലിക്ക പുരോഹിതരുടെ ലൈംഗികാക്രമണങ്ങളിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഉത്കണ്ഠ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. കേരളത്തിലും പുരോഹിതർ പ്രതികളായ ലൈംഗികാക്രമണങ്ങൾ നിരവധിയാണ്. കത്തോലിക്ക പുരോഹിതർ കുട്ടികളോട് കാട്ടിയ ലൈംഗിക ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് മാർപ്പാപ്പയുടെ നാടായ ജർമ്മനിയിൽ 1,81,000 പേരാണ് കഴിഞ്ഞ വർഷം മാത്രം സഭ വിട്ടുപോയത്. കൊഴിഞ്ഞുപോക്ക് സർവകാല റെക്കോർഡായതോടെ സഭ വിട്ടുപോകരുതെന്ന് കഴിഞ്ഞ ദിവസം പോപ്പ് നേരിട്ടെത്തി വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളിലെ പുരോഹിതന്മാരും ലൈംഗിക ആക്രമണങ്ങളിലും കൊലക്കേസുകളിലും പ്രതികളാണെങ്കിലും ശിക്ഷിക്കപ്പെടാത്ത സാഹചര്യം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. സ്വാധീനം ഉപയോഗിച്ചും സമുദായത്തിന്റെ സംഘടിത ശക്തി കാട്ടിയുള്ള ഭീഷണിയും വഴിയുമാണ് പുരോഹിതരുടെ രക്ഷപ്പെടൽ. പുരോഹിതരിലും കന്യാസ്ത്രീകളിലും സ്വർഗരതിക്കാരായ നിരവധി പേരുണ്ടെന്ന് പൗരോഹിത്യം ഉപേക്ഷിച്ച സിസ്റ്റർ ജസ്മി അടക്കമുള്ളവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗരതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന കത്തോലിക്ക സഭയെക്കുറിച്ചാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ എന്നതാണ് ഏറെ കൗതുകകരം. പുരോഹിതരുടെ ലൈംഗിക ആക്രമണങ്ങൾക്കിരയാകുന്നവർ പൊതുവെ പരാതിപ്പെടാറില്ല. നൽകിയവരുടെ പരാതികളാകട്ടെ എങ്ങുമെത്താതെ കിടക്കുകയും ചെയ്യുന്നു. മാർത്തോമ സഭ ബിഷപ്പ് യൂയാക്കിം മാർ കുറിലോസ് പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയനാക്കിയ യുവാവ് ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണ്. കേരളത്തിൽ ആദ്യമായാണ് ബിഷപ്പിനെതിരായ പ്രകൃതി വിരുദ്ധ പീഡന കേസ്. 20ഓളം കന്യാസ്ത്രീകൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസുകളിൽ ഒന്നുപോലും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അഭയ കേസിലേത് ഉൾപ്പെടെ 10ഓളം പുരോഹിതർ കൊലക്കേസ് പ്രതികളാണ്. 26കാരിയെ ദത്തെടുത്ത് ഒപ്പം പാർപ്പിച്ചതിന് കൊച്ചി ലാറ്റിൻ കാത്തലിക് രൂപതയിലെ ബിഷപ്പ് ജോൺ തട്ടുങ്കലിനെ പോപ്പ് സസ്പെൻഡ് ചെയ്തത് അടുത്തിടെയാണ്. ലൈംഗിക ആക്രമണങ്ങൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ പുരോഹിതരിൽ നിന്ന് അടിക്കടി ഉണ്ടാകുമ്പോഴും വിശ്വാസികളാകട്ടെ സഭയുടെ ചട്ടക്കൂടുകൾ ഭേദിക്കാനുള്ള ഭയം മൂലം മൗനം പാലിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സൂര്യ ന്യൂസ്.